ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ടോ. ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലായതുകൊണ്ട് കുറച്ച് നേരത്തെ എണീച്ചാണ്. ഇവിടുന്ന് ഈ ബെഡ് നേരെ നോക്കിയാൽ പുറത്ത് ചെടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും നല്ല ചെടി ഉണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്തുകൊണ്ടോണം. പിന്നെ നേരത്തെ എണീച്ചുകൊണ്ട് എനിക്ക് കുറച്ചധികം സമയം കിട്ടിട്ടോ. അതുകൊണ്ട് ഞാൻ കൊലായിൽ ഇങ്ങനെ കുറച്ച് നേരം വെറുതെ ഇരുന്ന്. പിന്നെ ചെടിയൊക്കെ പറിക്കാൻ പറ്റും. ചെടി മീൻസ് മണി പ്ലാന്റ് ആണ്. ഇവിടെ കുറേ മണി പ്ലാന്റ് ഉണ്ട്. ഇവിടുത്തെ മണ്ണ് നല്ല മണ്ണായതുകൊണ്ട് മണി പ്ലാന്റ് നന്നായിട്ട് പിടിക്കും കേട്ടോ. പക്ഷേ എൻ്റെ വീട്ടിലൊന്നും മണി പ്ലാന്റ് അങ്ങനെ പിടിക്കൂല. അപ്പം ഞാൻ അവിടുന്ന് ചെറിയ മണി പ്ലാന്റിൻ്റെ കുറച്ച് തൈകൾ പറിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് ചേച്ചീൻ്റെ മാക്സി ഇട്ടാട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലേനു. അപ്പം പിന്നെ ചൂടായത് കോട്ടൺ മാക്സി ആട്ടോ. അതിന് ഫുള്ള് ബട്ടൺസാണ് താഴെ വരെ. അപ്പം അങ്ങനെ ചൂടെടുക്കില്ല, അതുകൊണ്ട് ഇട്ടതാ. ലെങ്ത്ത് കുറച്ച് അധികം ഉണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി നോക്കുക കേട്ടോ. ചായ എടുത്ത് വന്ന് പിന്നെ രാവിലെ കഴിക്കാൻ ദോശയും ഇഡ്ഡലിയും ഉണ്ടായിരുന്നു, പിന്നെ ചട്നി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ദോശയാണ് കഴിച്ചത്. പിന്നെ അതിന് മുന്നേ അവിടെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് അതൊക്കെ വലിയമ്മ എടുത്ത് തന്നപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചൊക്കെ തിന്ന്. കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അപ്പോൾ ഇതും കഴിച്ച് എന്നിട്ടാണ് കേട്ടോ പിന്നെ ദോശയൊക്കെ തിന്നത്. പിന്നെ കുളിക്കാനുള്ള പരിപാടി നോക്കിട്ടോ. ഉച്ചയൊക്കെ വന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവാണ്. ഇന്ന് ഞാൻ ഇതാട്ടോ ഡ്രസ്സ് ഇടുന്നത്, ബ്ലാക്കാണ്. ഞാനും അച്ഛനും ഒരുമിച്ചാണ് കേട്ടോ ഇറങ്ങിയത്. അച്ഛൻ ടൗണിലേക്കാണ്, ഞാനിവിടെ മാനാഞ്ചിറ ഇറങ്ങും കേട്ടോ. അവിടെ നിന്ന് ഓൻ വരും കേട്ടോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്താ വെച്ചാൽ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ പൊളിച്ചതുകൊണ്ട് നല്ല വെയിലാട്ടോ. ഞാൻ കുറച്ച് നേരം തള്ളത്തിരുന്ന് ഓനെ കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓൻ വന്നിട്ടോ. പക്ഷേ എന്താ വെച്ചാൽ ഹെൽമെറ്റ് എടുത്തില്ല. ഇന്നലെ ഹെൽമെറ്റ് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല വെയിൽ കൊണ്ടാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തെർമോക്കോൾ എടുത്തിട്ടോ. ഈവനിങ് ആക്കണ്ട വിചാരിച്ചത്, എന്തായാലും രാവിലെ നേരത്തെ വന്നുകൊണ്ട് തെർമോക്കോൾ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റെയറൊക്കെ കയറി മുകളിലെത്തിട്ടോ. അപ്പം നമ്മളിപ്പോഴാണ് വർക്ക് സ്പേസ് ഒക്കെ തുറന്ന് കയറിയത്. ഹെൽമെറ്റ് ഇല്ലെങ്കിലും അതുകൊണ്ട് നല്ല വെയിലാണ്. വെയിൽ ഫുള്ള് കണ്ട് ചേട്ടാ വെയിൽ ഫുള്ള് കൊണ്ടിട്ട് തലവേദന ആവാൻ തുടങ്ങിയിട്ട്. അപ്പം ഒന്ന് മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടോ. നല്ല തണുത്ത വെള്ളമായതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് തണുത്ത വെള്ളമുണ്ട്, കുഴപ്പമില്ല, സുഖമുണ്ട്. ഓക്കെ, ഫോട്ടോ പേപ്പർ ഇന്നും ഫോട്ടോ ഇട്ടു കേട്ടോ. വരുന്ന വഴിക്ക് വാങ്ങിയാൽ മതിയായിരുന്നു, പക്ഷെ എന്നോട് മറന്നുപോയി, പറയാൻ മറന്നേ. അപ്പോഴത്തേ ഇവിടെ എത്തിപ്പോയി. പിന്നെ ഫോട്ടോ തന്നെ ഇടാൻ വെച്ച് നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഈ A3 പേപ്പർ നമ്മൾ ഫോട്ടോ അയക്കുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പം അവർക്കറിയാമല്ലോ, അവരെന്നെ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ചുളിഞ്ഞെന്നൊക്കെ വരും. അപ്പോൾ നമ്മൾ അവിടുത്തെ അതായത് ഫോട്ടോ പേപ്പർ എടുക്കുന്ന ഷോപ്പത്ത് അവരോട് ഇങ്ങനെ പറയും നന്നായിട്ടൊന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്ജൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറയും. അപ്പോൾ അവർ നല്ല നീറ്റിൽ പാക്ക് ചെയ്ത് കിട്ടും. അതുകൊണ്ടെന്ന് വെച്ചാൽ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല, മറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ഫോട്ടോ അയക്കുന്നതുകൊണ്ട് ഈ എഡ്ജ് ഒന്നുകൂടെ കംപ്ലൈൻറ്റ് ആവാണ്ടൊക്കെ വേണ്ടിയിട്ടോ ഇത്രയും ഇപ്പോൾ പാക്ക് ചെയ്ത് അയക്കുന്നത്. ഇവിടെ അടുത്താണെങ്കിലും എന്ന് വെച്ചാൽ വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ ഇത് കംപ്ലൈൻറ്റ് ആയിരിക്കും. പ്രിൻ്റ് എടുക്കുമ്പോൾ ആ ചുളിവായിരിക്കുന്നുണ്ടോ, അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ. ഡെയിലി നമ്മളിവിടെ വന്നാൽ പ്രിൻറ്റിങ്ങിനൊക്കെ ചെയ്യാം. ഞാൻ പ്രിൻറ്റിങ് എന്ന് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ച് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്ന വിചാരിച്ചത്, ഞാൻ പറഞ്ഞില്ലേ വന്ന് വെച്ചാൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് പ്രിൻ്ററിന്. എങ്ങനെ ലൈൻസ് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ആണ് കേട്ടോ. ഇത് 2-3 പ്രാവശ്യം നന്നാക്കിയതാണ്. വെറുതെ നന്നാക്കി പൈസ പോകാനല്ലാണ്ട് ഒരു നന്നാക്കിയിട്ട് കൊണ്ട് റെഡി ആവുന്നില്ല. അപ്പം തൽക്കാലം ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് വെച്ചാൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു സ്പോഞ്ച് ഉണ്ട്, അതായത് ഇങ്ങനെ പ്രിന്റർ ഇങ്ങനെ ഇങ്ക് ഇതാക്കുന്ന ഒരു ഇതുണ്ട്, അവിടെ അങ്ങനെ കുത്തിയിട്ട് ഇങ്ക് ഇങ്ങനെ അതിനെ കൂടെ ഒപ്പിയെടുക്കും. അപ്പോൾ കുറച്ച് റെഡി ആവുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞാൻ നഷ്ടം ചെയ്യൊരു A3 പേപ്പർ കംപ്ലീറ്റ് നമുക്ക് നഷ്ടമായി. കാരണം ഇതിലിപ്പോൾ എന്താ അത്രയും ഇങ്ക് വെറുതെ പോയി, ഞാൻ പറഞ്ഞില്ലേ, അതാണ് മെയിൻ ഒരു പ്രശ്നം. അങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് ഇതായത്, അത്രയും സാധനം. ഇപ്പം സീനില്ല, ഒന്നുകൂടി ആക്കാം, ഒന്നുകൂടി പ്രിന്റിടാം. പിന്നെ കാര്യം മറന്നു, ഞാൻ കുറച്ച് ചെടി ഞാൻ രാവിലെ മണി പ്ലാന്റ് പറിച്ചിരുന്നു, അത് വെള്ളത്തിലൊന്നും ഇടാൻ മറന്നുപോയി, കുറച്ച് തിരക്കിലായതുകൊണ്ട്. അപ്പോൾ തൽക്കാലം അത് വെള്ളത്തിലിട്ടേക്കാം. വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ടാണ് തോന്നും നമ്മൾ കുഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടോ. അപ്പം അങ്ങനെ ഇട്ട് നോക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ തൈയാണ് കൊണ്ടുവന്നത്, ചെറുത്ത്. ഇതാകുമ്പോൾ കുറച്ച് പിടിക്കാൻ ഈസി ആണെന്ന് വെച്ചിട്ട്. പിന്നെ വാടിയില്ല, വാടുന്നതിന് മുന്നേ നമുക്കത് വെള്ളത്തിലിട്ടേക്കാം. ഈ ഫോട്ടോ ഉണ്ടോ, ഇത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ മഗ് പ്രിന്റിങ് ചെയ്യാറുണ്ട്. അപ്പം അതിലിങ്ങനെ ഡാമേജ് വരുന്ന മഗിന്റെ മുകളിൽ നമ്മൾ സാധാരണ ചൂടി ആ ഒരു കയറില്ലേ, അതിങ്ങനെ പശു വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഇതിൽ വരും, നല്ല രസമല്ലേ. അപ്പം തൽക്കാലം ഈ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടി ഇട്ടേക്കാം. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ വേരൊക്കെ വരുമല്ലോ, വേരിപ്പുണ്ട്, പക്ഷെ പുതിയ വേരൊക്കെ വരുമ്പോൾ അത്രേ ഉള്ളൂ വേര്. അപ്പം പുതിയ വേര് വരുമ്പോൾ കുറച്ചുകൂടി ഒരു എനർജി ഉണ്ടാവില്ല ചെടിക്കൊക്കെ. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. ചെടിയൊന്നും കേൾക്കട്ടെ. ചൂടുവെള്ളമായിരുന്നു രാവിലെ പറഞ്ഞപ്പോൾ നല്ല തണുപ്പില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം നല്ല ചൂട് വെള്ളമായിരുന്നു.
തൽക്കാലം ഇതിലിങ്ങനെ ഇട്ട് വെക്കട്ടോ. ഇത് പുറത്ത് വെക്കാൻ വേണ്ടിട്ടാ. പുറത്ത് ഞാൻ ഇങ്ങനത്തെ ഇത് ചെയ്തത് ആദ്യം. പിന്നെ വെള്ളം കുടിക്കാൻ പൊതുവെ മറന്നു പോകും, അതാ വേറെ പ്രശ്നം. ഇവിടെ തന്നെ വെക്കുമ്പോ എന്താ വെച്ചാൽ ഓർമ്മ ഉണ്ടാകുന്നു. ഇവിടുത്തെ ചെടിയൊക്കെ അത്യാവശ്യം എനർജി ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം ഇവിടെ നിന്ന് എടുത്ത് ഒഴിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈസി ആണല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ അപ്പൊ എന്നാ ബാക്കി പ്രിന്റ് ചെയ്യാൻ പോട്ടെ. ഫുള്ള് ഇങ്ക് കേട്ടോ. ഇങ്ങനെ പിന്നെ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹെഡ് പോയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ഒപ്പി കൊടുക്കുക. അപ്പൊ ഇങ്ക് ആവാറിന് കിട്ടും. പിന്നെ എപ്പോഴും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ കുറച്ചായിട്ട് അധികം ലൈൻസ് വരാറില്ല. പിന്നെ ഒന്നെന്താണെന്ന് വെച്ചാൽ രണ്ട് ലൈൻസ് വന്നിട്ടുണ്ട്, അതാണ്. അപ്പൊ അതിനിങ്ങനെ ടൈം കുറേ പോകും. അങ്ങനെയാണ് ഒന്നാമത് പിന്നെയും ലേറ്റ് ആയി പോവുക. ഇപ്പം ഇതുമ്പോ കിട്ടുമെന്ന് വിചാരിക്കുക. ഇത് റെഡി ആണെങ്കിൽ പിന്നെ പ്രശ്നം. ഇതിന് ഒരുപാട് സമയം ഈ ഒരു സാധനം തോതിൽ പ്രിന്റ് എടുക്കാനും പറ്റില്ല. കാരണം ഇതിലേക്ക് പൊടി ആയിട്ടുണ്ടെങ്കിൽ അതും ഞാൻ പിന്നെ ഇതിന്റെ മുകളിലായിട്ട് പിന്നെ ക്ലീൻ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ക്ലീൻ ചെയ്യാൻ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും അവിടേക്ക്. പിന്നെ സർവീസ് സെന്ററിൽ ഇപ്പോഴും ആ പ്രിന്റർ അവിടെ കിടക്കുന്നത് കുറേ ദിവസമായി. ഇപ്പൊ അതിന് ഇങ്ക് കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ആ ഇങ്ക് കൊടുത്താൽ റെഡി ആവുന്നൊക്കെയാ പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഇതിലും വന്നിട്ടോ. ഇതാണൊരു പ്രശ്നം. ഇനി ഇത് പ്രിന്റ് എടുത്ത് നോക്കേണ്ടി വരും. പിന്നെ പ്രിന്റ് എടുത്തെടുത്ത് റെഡിയാവും. ആ എടുക്കുന്നതിനനുസരിച്ച് ഇതൊക്കെ വെറുതെ വേസ്റ്റോ, പേപ്പറും ഇങ്കും ഒക്കെ അത്രയും വെറുതെ വേസ്റ്റോ. ഇതെന്താ ഈ ഇതിന് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്ന അറിയില്ല. അത് 2 പ്രാവശ്യം നന്നാക്കിയതാണ്. അതേപോലെ തന്നെ എപ്സന്റെ സർവീസിന്റെ അവിടുന്ന് ടീം വന്നിട്ടാണ് നന്നാക്കിയത്. അവരെന്നെ ഒരു തവണ നമ്മുടെ എന്തോ മാറ്റാണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് എത്രയോ പേയ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി. പിന്നെയും പറഞ്ഞിട്ട് വേറെ സാധനം മാറ്റാനാണ്, അതും മാറ്റി. പിന്നെ ഈ പ്രിന്റർ അവർ കൊണ്ടുപോയിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ എല്ലാ കംപ്ലൈന്റ് ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈന്റ്സ് ഒക്കെ ഉള്ളത് പറഞ്ഞു കൊടുത്ത് ഇത് പ്രിന്റർ അവർ ഇവിടെ കൊണ്ടുപോകുന്ന അന്നും പിന്നെയും ഇതേപോലെ തന്നെ ആയി. ഇവിടെയുള്ള 2 പ്രിന്ററിനും അതേ കംപ്ലൈന്റ് ആണ്. അത് എന്താ പ്രശ്നം എന്നറിയില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഇങ്കൊക്കെ എപ്സന്റെ അതേ ഇങ്ക്. ഞാൻ എപ്സന്റെ ഇങ്കിന് റേറ്റ് അധികമാണ്. പക്ഷെ ആ റേറ്റ് അധികമായിട്ടും ആ ഇങ്കനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം വേറെ ഇത് പ്രശ്നമാവണ്ടല്ലോ വെച്ചിട്ട് എന്താ അറിയില്ല, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കും വിചാരിക്കാം. ഇനിയും ഞാൻ ഇപ്പൊ പ്രിന്റ് ഇടണം. ഈ പ്രിന്റ് ഇട്ടിട്ട് അടുത്തേക്ക് റെഡി ആവാൻ വിചാരിക്കുക. ഇനിയിപ്പോ അല്ലെങ്കിൽ ഹെഡ് ക്ലീൻ ചെയ്യും. പക്ഷെ ഇത് ഹെഡ് ക്ലീൻ ചെയ്താൽ പോകുന്നൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ലൈൻസ് അങ്ങനത്തെ പ്രശ്നമൊക്കെയാണ് ഹെഡ് ക്ലീൻ ചെയ്താൽ പോകും. പക്ഷെ ഈ ഒരു പ്രശ്നം ഹെഡ് ക്ലീൻ ചെയ്താൽ പോകുമെന്ന് അറിയില്ല. കാരണം ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹെഡ് ക്ലീൻ ചെയ്താൽ ആ ഒരു പ്രശ്നം പോവാറില്ല. അപ്പൊ ഭാഗ്യത്തിന് ഇതിൽ കിട്ടിട്ടോ, 3ാമത്തേല് കിട്ടി. ഇതിപ്പോ ഇത് 2 വേസ്റ്റ് ആയി, വെറുതെ പോയി. ഇതിൽ കിട്ടില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ കസ്റ്റമർക്ക് ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കണം. നമ്മൾ ചെയ്ത അവരെ ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുക്കാൻ പറ്റണം. കാരണം ഇതിപ്പോ തിരക്കിട്ട് പ്രിന്റ് ഇടുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഈ പ്രിന്റർ കംപ്ലൈന്റ് ഇല്ല. ആരും ഇത് പ്രശ്നമില്ല. അപ്പൊ ശരിക്കും ഇങ്ങനെ നമുക്ക് ഒരു ഇതിൽ 30 ഇട്ടിട്ട് ഒറ്റയടിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഒന്നെ ചിലപ്പോൾ 3, 4 ഇതൊക്കെ. പക്ഷെ ഒരു 3 പ്രാവശ്യം വിചാരിക്കുക. ചില സാധനം ഞാൻ 10 പ്രാവശ്യമൊക്കെ എടുത്ത സാധനം എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എങ്ങനെ ഇട്ടിട്ടും ഇത് റെഡി ആവുന്നില്ല. നമ്മളിങ്ങനെ അതായത് ഇത് പ്രിന്റ് ചെയ്ത് അടിയിൽ നിന്നാണോ പ്രിന്റ് ചെയ്ത് വരിക. നമ്മൾ ഈ ഫോട്ടോ തിരിച്ചൊക്കെ ഇടുക. അതായത് നമ്മൾ ഫോണിലാണ് പ്രിന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തിരിച്ചൊക്കെ ഇട്ടിട്ട് പ്രിന്റ് ഇട്ട് നോക്കും. അങ്ങനെയൊക്കെ ലക്കിന് കിട്ടി പോവുക ചെയ്യാം. അപ്പൊ ഇത് നല്ല വേഗം പാക്ക് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഒന്ന് പാക്ക് ചെയ്യല്ല, ഫ്രെയിം ആക്കിയിട്ട് കേട്ടോ. ഫ്രെയിം ആക്കിയിട്ട് കസ്റ്റമർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇത് വോൾ ഗാലറി സെറ്റ് ആണ്. അപ്പൊ അതിൽ സെന്ററിൽ വരുന്ന A3 ആണിത്. പിന്നെ അതിന്റെ ചുറ്റും വരുന്നത് A4 പിന്നെ 16 എന്നുള്ള സൈസാണ്. അപ്പൊ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് ഒന്ന് ഫോട്ടോ അയച്ചെടുക്കണം. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഫ്രെയിമൊക്കെ നമ്മൾ ആ റൂമിൽ നിന്നാണ്. അപ്പൊ അതൊന്ന് കാണിച്ചു തരാം. നമുക്ക് എന്തെങ്കിലും പറ്റാത്തെങ്കിൽ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ. കാരണം ഇതിന്റെ അടിഭാഗം അത്ര വീട്ടിൽ കാണിക്കാനുള്ള ഒരു വൃത്തി പോലും ഇല്ല. അതാണ് ഇങ്ങനെ ഇങ്ങോട്ട് കാണിക്കാത്തത്. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഈ റൂമിൽ അധികം നമ്മൾ ഒരു ഈവനിങ് ആ ഒരു ടൈം ആകുമ്പോഴാണ് പാക്ക് ചെയ്യാൻ വരിക കേട്ടോ. അല്ലാത്ത സമയത്ത് ഇവിടെ നിൽക്കാനും പറ്റില്ല, അത്രയും ചൂടാണ്. ഇവിടെ എൻ്റെ ഫാൻ മാത്രമേ ഉള്ളൂ, AC ഇല്ല. അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല മുകളിൽ ടെറസാണ് വരുന്നത്. അപ്പം അവിടുത്തെ നല്ല ചൂടുണ്ടാവും, അതും കൊണ്ടുവരും. പിന്നെ ഈ ഗ്ലാസും കൂടെ ആയതുകൊണ്ടാണ് ഗ്ലാസിൻ്റെ അടുത്തേക്കാണ് നല്ല ചൂടുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നമാണ്. ഇവിടെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് വീഡിയോ ഫോട്ടോ ഇടുന്നതിന് എടുക്കാൻ ഇവിടെ കുറച്ചുകൂടി വെളിച്ചുള്ളത്. അപ്പം ഇത് A3 ആട്ടോ കൊടുക്കുന്നത്. ബാക്കിയുള്ളത് വെച്ച് കാണിച്ചു. ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വെക്കാട്ടോ. നമ്മള് എങ്ങനെയാണോ ചില ഫോട്ടോസ് ഇല്ലേ നമുക്ക് ഇതിൽ പോർട്രേറ്റിൽ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. അപ്പം അത് ചിലപ്പോൾ ലാൻഡ്സ്കേപ്പിലേക്ക് ചെയ്യാം. അപ്പൊ ചെറിയൊരു ഡിഫറൻസ് അങ്ങോട്ട് കൊണ്ട് വരും. അപ്പൊ നമ്മള് അന്നേരം കസ്റ്റമേഴ്സ് തരുന്ന ഫോട്ടോ
എന്നാ വെച്ചാലേ കസ്റ്റമേഴ്സ് തരുന്ന ഫോട്ടോ പോലെ ഇരിക്കും. അപ്പം കസ്റ്റമേഴ്സ് ആ ഒരു പാറ്റേണിൽ തരികയാണെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലാത്ത ചില ഫോട്ടോസ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുണ്ടാവും. എന്നുവെച്ചാൽ കട്ടായിപ്പോ ഫേസ് മാത്രമേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു ഫോട്ടോ വീഡിയോ എടുത്തിട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് ഇതിലിപ്പോ ഇങ്ങനെ ഫ്രണ്ട്സ് ഇതിലിപ്പോ 4 A4 4 16 1 A3 ആട്ടോ അങ്ങനെ വരുന്നത്. അത് ഇങ്ങനെ ഓരോ സെറ്റായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പം ചില സെറ്റിലാണെങ്കിൽ കുറെ A4 കുറെ A5 അങ്ങനെ ആ രീതിയിലാണ് വരുന്നത്. അതായത് ഒരു സെറ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച് മനസ്സിലാക്കാം, സെറ്റായിട്ടാണ് ഉണ്ടാവുക. പിന്നെ എന്താ കസ്റ്റമേഴ്സ് തരുന്ന ഓരോ പാറ്റേൺ ഉണ്ടാവും, അതുപോലെ ഇവിടെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ആർക്കെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഈ ഇതിൽ എന്താ A3 സൈസിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വേണം നമുക്കത് പാക്ക് ചെയ്യാൻ കേട്ടോ. എന്നാലും അത് പൊട്ടാണ്ട് എത്തുള്ളൂ. നമ്മൾ മാക്സിമം എല്ലാ സൈഡിലും തെർമോക്കോൾ നമ്മൾ ചെറുതല്ല, നമ്മൾ 1 ഇഞ്ചിന്റെ തെർമോക്കോൾ വെച്ചിട്ടോ പാക്ക് ചെയ്യുക. ആ തെർമോക്കോൾ കുറച്ച് കട്ടുണ്ടാവും, അത് വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക. അതാകൊണ്ട് പറ്റുന്ന രീതി നമ്മൾ മാക്സിമം എല്ലാ സൈഡും കവർ ചെയ്തിട്ട് കറക്റ്റ് സെറ്റ് ആക്കിയിട്ടാണ് അയക്കൽ കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഈ ടേപ്പ് ഉണ്ട്, ഇതുപോലെ ചിലതിലൊന്നും ഒട്ടിച്ചില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ചെയ്തുകൊണ്ട് ഒട്ടിച്ചില്ല. ലാസ്റ്റ് അത് ഒന്നായിട്ട് ഒട്ടിക്കുകയും വേണം കേട്ടോ. അന്ന് നമ്മൾ ആ ഒരു തീർന്നു പോയി നല്ലത്. പിന്നെ നമ്മളത് വാങ്ങിട്ടോ, ഇത് വാങ്ങിയിട്ട് ഇപ്പൊ എല്ലാത്തിന്റെ ബാക്കിലും ഇതെല്ലാം ഒട്ടിക്കുന്നു. ഇതാണ് കേട്ടോ ആ ടാപ്പ്. നമ്മള് ഒരു കുറ്റി വാങ്ങിയിട്ടുണ്ട്. ഒരു കുറ്റി നമുക്ക് അത്യാവശ്യമൊക്കെ കിട്ടും. ഞാനല്ലേ ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ട്രൈപോഡ് കൂടെ ഉള്ള സാധനം. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ച എത്ര ഹൈറ്റ് ഇത്ര ഇങ്ങനെ ഹൈറ്റ് ഉള്ളൂ, അപ്പൊ അതിനെക്കൊണ്ട് വലിയ കാലില്ല. അപ്പൊ അത് ഞാൻ റിട്ടേൺ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് സാധനം. ഇത് കൊടുത്തിട്ട് വരെ ഇതിന്റെ കൂടെ മറ്റേ റിമോട്ടില്ലേ, ഇതിന്റെ കൂടെ മറ്റേ ചെറിയ റിമോട്ടൊക്കെ ഇല്ല, അതൊക്കെ ഉള്ള സാധനം ഉണ്ട്. പക്ഷെ എന്താ ഹൈറ്റ് തീരില്ല, അതിനെക്കൊണ്ട് അപ്പൊ വലിയ യൂസ് ഇല്ലല്ലോ. ഇപ്പൊ സമയം ഒരു 5 മണി 5:15 ആയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ പ്രിന്റർ കംപ്ലൈന്റ് ഇട്ടിട്ടുള്ള പ്രശ്നം. ഇതിൽ ഇത്രയും സാധനം ഞാൻ ഇപ്പോൾ പ്രിന്റ് എടുത്തത് വെറുതെ ആയതാണ്. ഇത് കംപ്ലീറ്റ് അടിയിലുണ്ടാവും ഇങ്ങനെ ലൈൻസ് ആണ്. ഇതേ 3 ഫോട്ടോ ഒരേപോലത്തെ ഒരേ സ്ഥലത്ത്. ഇതിൽ പിന്നെയും കുറവാണ്, എന്നാലും ഇതൊന്നും ഇപ്പോൾ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇത് ഒന്നുകൂടെ പ്രിന്റ് ഇട്ട് നോക്കണം. ഇത്രയും പേപ്പർ നഷ്ടമായി, ഇത്രയും ഇങ്കും പോയി. അപ്പോൾ ഇതിനി ഒന്നുകൂടെ പ്രിന്റ് ഇട്ടാൽ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പ്രിന്റിങ് കഴിഞ്ഞ് അപ്പോൾ ഞാൻ നോർമലി പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് നേരത്തെ പണി കഴിഞ്ഞത് കൊണ്ടാണ് തോന്നുന്നു ഇപ്പോൾ പ്രിൻ്റർ ഈ ഒരു പണി കിട്ടിയത്. ഞാൻ ആ നേരത്തെ പ്രിൻ്റ് ചെയ്ത് മാത്രമേ പണി. പിന്നെ നേരത്തെ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വന്നതൊക്കെ കറക്റ്റായിട്ട് തന്നെ കേട്ടോ വന്നത്. ഇപ്പം ലാസ്റ്റ് ഇട്ടത് പിന്നെയും പോയെന്നുള്ളൂ. ഇതൊക്കെ ഇന്ന് പ്രിൻ്റ് എടുത്ത സാധനങ്ങളാട്ടോ, ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് വന്നത്. ഇങ്ങനെ പണി കിട്ടുമ്പോഴാണ് നമ്മൾ പിന്നെയും ലേറ്റായി ആകെ പ്രശ്നമായി പോകും. ഇനി ഇതൊന്നുകൂടെ കേട്ടോ റെഡി ആവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് ഞാൻ ഫുഡ് വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ, അതൊന്നും കാണിക്കാൻ. രാവിലെ ഞാൻ ചായ കുടിച്ചിട്ട് വന്നതാണ്, പിന്നെ അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. ചൂടായതുകൊണ്ട് അത്ര വിശക്കുന്നില്ല, ഇനി പിന്നെ കഴിച്ചില്ല. ഇപ്പോൾ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഡിസ്പാച്ച് ഉള്ള സമയം ആയതുകൊണ്ട് ഇനിയിപ്പം ഫുഡ് ഡിസ്പാച്ച് ചെയ്ത് വന്നിട്ട് ഫുഡ് കഴിക്കണോ ഇനി അതിൻ്റെ മുന്നേ കഴിക്കണോ എന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ. കാരണം ഇപ്പോൾ ഫുഡ് കഴിക്കുക ഞാൻ കുറച്ച് സ്ലോ ആണല്ലോ ഫുഡ് കഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരുന്നാലും ഡിസ്പാച്ച് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അതായത് പറ്റുമോ എന്നറിയില്ല, നല്ല ലേറ്റായി പോകും. അല്ലെങ്കിൽ നമുക്ക് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളെ പാക്കിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഫ്രെയിമൊക്കെ സെറ്റ് ആക്കി വെക്കുക. ഇതാട്ടോ കോംബോ ഓഫർ വരുന്നത്. ഇത് A3ൻ്റെ കോംബോ ആണ്. 3 ഫ്രെയിംസാണ് ഇതിൽ വരുന്നത്. ഇത് നൂലുകെട്ടിൻ്റെ ഇമേജ് ആട്ടോ. അങ്ങനെ 3 ഫ്രെയിംസ് ആട്ടോ ഉണ്ടാവുക. A3നെ 3 ഇപ്പോൾ കൂടുതലുള്ളത് A3 തന്നെയാണ്. ഇവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഇത് A3ആണ്. ഇതൊരു കല്യാണ ഫോട്ടോ ആണ് വരുന്നത്. ഇത് വെഡിങ് ഇമേജസ് വെച്ചിട്ട് ചെയ്താട്ടോ. ഇത് 3 ഫ്രെയിംസ് എന്നാണ് വരുന്നത്. 2 പോർട്രേറ്റിലും 1 ലാൻഡ്സ്കേപ്പിലാണ് ചെയ്യുന്നത്. ഇതൊക്കെ കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യട്ടെ. നമ്മളിപ്പോൾ കൂടുതൽ കാണുന്നത് A3 തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഗാലറി സെറ്റ് നേരത്തെ ഒന്ന് ചെയ്ത് ഇനിയൊരു ഗാലറി സെറ്റും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുള്ളത് പിന്നെ ഇതൊക്കെ ഇനി ഫ്രെയിം ആക്കാനുള്ളതാണ് കേട്ടോ. നേരത്തെ നമ്മൾ പ്രിന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രെയിം ആക്കണം. പിന്നെ നമ്മളെ ഫ്രെയിംസ് കുറച്ചുകൂടി വരാനുണ്ട് കേട്ടോ. അത് ഓട്ടോയിൽ വരുന്നുള്ളൂ. അപ്പോൾ അത് വന്നിട്ട് വേണം ബാക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ആ പരിപാടിയെല്ലാം കഴിയും. എനിക്ക് അഡ്രസ് എടുക്കാണ്ട്. പിന്നെ നേരത്തെ കുറച്ച് കംപ്ലൈൻറ്റ് വന്ന ഫ്രെയിംസ് ഇല്ലേ, എന്നൊക്കെ കംപ്ലൈൻറ്റ് വന്ന ഫോട്ടോസ് ഇല്ലേ, അതൊന്നുകൂടി മാറ്റിയെടുക്കാണ്ട്. അതിൽ ഒന്ന് എടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി നോക്കണം ഓക്കെ ആയിട്ടുണ്ടോ. അത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഒന്നുകൂടി എടുക്കേണ്ടി വരും. അപ്പോൾ സമയമില്ല, അതാ പ്രശ്നം. അപ്പോൾ വേഗം ചെയ്യട്ടെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ട് കേട്ടോ. അതിൽ പ്രശ്നമൊന്നുമില്ല, വരയൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യാൻ കിട്ടും. അപ്പം കാര്യങ്ങളൊന്നുമില്ല, അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല.
ഈ ഒരു 5 കൂടിയാണ് എടുക്കാനുള്ളത്. 5 കൂടി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗാലറി സെറ്റും കൂടെ ചെയ്യാൻ കേട്ടോ. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളൊരു ഗാലറി സെറ്റാണ് അത്. പിന്നെ ഞാൻ അഡ്രസ്സ് എടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ അഡ്രസ്സൊക്കെ എടുത്തിട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു A4 ഷീറ്റിൽ 4 അഡ്രസ്സ് എന്നുള്ള രീതിയിലാട്ടോ എടുക്കൽ. അപ്പം അതൊക്കെ ഇനി ഓരോ അഡ്രസ്സ് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളെ ഫ്രെയിംസ് വന്നിട്ട് കേട്ടോ. ഓട്ടോയിൽ വരാനുള്ള ഫ്രെയിംസിലായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പോയി കളക്ട് ചെയ്ത് ഇത് വേഗം പോയി പാക്ക് ചെയ്യട്ടെ. അപ്പോൾ 2 നമ്മൾ സെറ്റ് വെച്ചിട്ടോ ഭാഗത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ ഇത് കംപ്ലീറ്റ് കറക്റ്റ് ഒരു എന്താ പറയുക എല്ലാ ഭാഗത്തും നല്ല സേഫായിട്ട് തന്നെ കേട്ടോ പാക്ക് ചെയ്യൽ. കംപ്ലീറ്റ് തെർമോക്കോളാണ്. ഇതൊക്കെ ഓൾറെഡി A3 സെറ്റാക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ കൊണ്ടുപോകുന്ന ഫ്രെയിംസ് ഇല്ലേ, അത് ഇനി പാക്ക് ചെയ്യാണ്ട്. അതിനിടയിൽ പിന്നെയും പ്രിൻ്റർ ചെറിയ കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഞാനത് ഹെഡ് ക്ലീൻ ചെയ്യായിട്ടുണ്ട്. ഇനി അത് റെഡി ആയിട്ട് വേണം ബാക്കിയുള്ളതും കൂടി പ്രിൻ്റ് ചെയ്യാൻ. നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗാലറി സെറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് വേണം വേഗം ഡിസ്പാച്ച് ചെയ്യാൻ. അപ്പോൾ എല്ലാം കൊറിയർ അയക്കാനുള്ള പാകത്തിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ കൊറിയർ അയക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ വലിയ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് വേഗം എത്തിയിട്ടോ. അല്ലെങ്കിൽ നല്ല ബ്ലോക്കായിട്ടേ കുറച്ച് നേരം വെറുതെ അങ്ങനെ പോകും. അങ്ങനെ ഡിസ്പാച്ച് ചെയ്ത് വരുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ളൊരു തട്ടുകടയിൽ നിന്ന് ഞാൻ ദോശയും പിന്നെ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസും ദോശയും അവിടെ നിന്ന് വാങ്ങിട്ടോ. ഞാൻ പാർസലാണ് വാങ്ങിയത്. കഴിച്ച് വന്ന് നല്ല വിശക്കുണ്ട്. ഞാൻ ഫുഡ് വാങ്ങിയതാണ് പുറത്തുനിന്ന്. ഇവിടെ ദോശ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ദോശ വയ്ക്കാൻ തോന്നുന്നുണ്ട്. ദോശയും പിന്നെ ഗ്രീൻ പീസും കേട്ടോ വാങ്ങിച്ചത്. അപ്പം അത് വീട്ടിൽ പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു. കാരണം ഇപ്പം എനിക്ക് സമയമില്ല, ഇറങ്ങാനുള്ള സമയം കുറച്ച് ലേറ്റായി പോകും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ മെയിനായിട്ട് നമ്മളെ വീഡിയോയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.